മേദല മുഹ്ദീൻ ജുമാ മസ്ജിദിൽ കോടതി വിധി നടപ്പാക്കി. നാട്ടുകാരുടെ പ്രതിഷേധം മറികടന്നായിരുന്നു നടപടി. വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം തന്നെ എത്തിയിരുന്നു. മേദല മുഹ്ദീൻ ജുമാ മസ്ജിദിൽ നാട്ടുകാരുടെ പ്രതിഷേധം മറികടന്ന് കോടതി വിധി നടപ്പിലാക്കി. വർഷങ്ങളായി തർക്കം നിലനിന്നിരുന്ന മേദല പള്ളിയിൽ കോതമംഗലം മുനിസിഫ് കോടതിയിൽ നിന്ന് വിധി വന്നതിനെ തുടർന്ന് വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി ഗേറ്റ് പൊളിച്ച് പള്ളിയിൽ കയറിയാണ് വിധി നടപ്പിലാക്കിയത്. എതിർത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം ആമീൻ പള്ളിയുടെ അകത്ത് കയറി. തുടർന്ന് കോടതി ഉത്തരവ് വായിച്ച് പള്ളി തോട്ടത്തിക്കുളം കുടുംബത്തിന് കൈമാറിയതായി പ്രഖ്യാപിച്ചു. നിലവിൽ പരിസരവാസികളായ മുസ്ലിം കുടുംബങ്ങളുടെ പൊതുയോഗം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കുന്ന ജമാഅത്തെ കമ്മിറ്റിയായിരുന്നു പള്ളിയുടെ പരിപാലനം നടത്തിയിരുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള വിധി നടപ്പാക്കുന്നതിന് ജമാഅത്തെ കമ്മിറ്റിയുടെ അഭിഭാഷകൻ എം അലിയാർ അപലപിച്ചു. കോടതി വിധി പ്രകാരം കുറ്റിലഞ്ഞി മേദല പള്ളിയുടെ കൈവശം അത് നാട്ടുകാരായ കമ്മിറ്റിക്കാരുടെ കയ്യിലായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഡിസ്പ്യൂട്ട് ഉണ്ടായപ്പോൾ നിയമപ്രകാരം വഖഫ് ബോർഡ് ഏറ്റെടുത്തിരുന്നു. വഖഫ് ബോർഡിന്റെ ഇന്ററിം മുത്തവലിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. വഖഫ് ബോർഡിന്റെ ഇന്ററിം മുത്തവലിയിൽ നിന്നും തോട്ടത്തിക്കുളം എന്ന് പറയുന്ന ഒരു കുടുംബക്കാർ, അവരുടെ കാരണവന്മാർ പണ്ടായിരുന്നു ഇതിൻ്റെ മുത്തവല്ലി എന്നാണ് പറയുന്നത്. സ്ഥലം ആര് കൊടുത്തെന്ന് വെച്ചാൽ പുരാതനമായി ഇവിടുത്തെ പഴയ ആരൊക്കെയോ, അത് ഒരു പക്ഷേ ചിലപ്പോൾ അത് രാജാവ് തന്നെ കൊടുത്തതായിരിക്കാം. ഇവർ കുറേ കാലം അതിൻ്റെ കൈക്കാരന്മാരെന്ന് എത്രേ ഉള്ളൂ. ആ കൈക്കാരന്മാരുടെ കുടുംബത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൈവശം, പള്ളിയുടെ കൈവശം വഖഫ് ബോർഡിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മേടിച്ച് തോട്ടത്തിക്കുളം കുടുംബത്തിന് കൈമാറുന്ന നടപടിക്രമമാണ് ഇവിടെ ഈ സ്റ്റണ്ടെല്ലാം നടന്നത്. പള്ളിയുടെ കൈവശം പള്ളി വഖഫാണ്. ആ കൈവശം നാട്ടുകാർക്കും ഇല്ല, വഖഫ് ബോർഡിനും ഇല്ല, ഈ പറയുന്ന ഇപ്പോൾ കൊടുത്ത കോടതിക്കോ അല്ലെങ്കിൽ പറഞ്ഞ കുടുംബക്കാർക്കോ ഇല്ല. പള്ളി പടച്ചവൻ്റെ പള്ളിയാണ്, അതെല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഒരു എല്ലാവർക്കും അവകാശപ്പെട്ടാണ്. അതിൽ പരിഹാരം ആരും ആവശ്യമൊന്നുമില്ല. ആകെപ്പാടെ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇമാമത്തിനും അതിന് പാലിക്കാനൊക്കെ ആരെങ്കിലും വേണം. അതിന് ഏറ്റെടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ആളുകളൊക്കെ എന്തെങ്കിലും പള്ളി ഭണ്ഡാരത്തിൽ നിർത്തൊക്കെ അത് അവർക്ക് ആ പരിപാലനം നടത്തിപ്പോകും. അത്രയും കാര്യമുള്ളൂ. പള്ളിയുടെ കൈവശം ഇപ്പോൾ ഇന്ത്യയിൽ ഇത്രയും ക്ലിയറായ നിയമം ഉണ്ടായപ്പോഴും ശരിയത്ത് നിയമം ഉള്ളപ്പോഴും അതിൻ്റെ കൈവശം ഒരാളിൽ നിന്ന് മേടിച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഭൂലോക മണ്ടത്തരം നടന്നേക്കണം. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.